അയ്യോ ഇന്ന് നേരം വൈകിയല്ലോ. ഇന്ന് ബസ്സും കിട്ടിയില്ല. എൻ്റെ മക്കളൊക്കെ വന്നാ? എല്ലാവരും വന്നോ? ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. നല്ല കുട്ടികളാണ്. എല്ലാരും ഇന്ന് നേരത്തെ എത്തി. ഇന്ന് ടീച്ചറിന്റെ ബസ് കിട്ടിയില്ല. ടീച്ചറിന്റെ ബസ് മിസ്സായി പോയി. നല്ല കുട്ടികളാണല്ലോ. ഓ എല്ലാരും ബുക്കൊക്കെ എടുത്ത് പഠിക്കാൻ റെഡി ആയിരിക്കുവാണോ? മിടുക്കന്മാര്. ഇരുന്നോ, എല്ലാരും ഇരുന്നോ. ഇത് രണ്ടുപേര് ലീവ് ഉണ്ടല്ലേ? അവൻ എന്ത് പറ്റിയത്? അവന് പനിയാ. പനിയാ? ആ അതെല്ലേ. എല്ലാരും റെഡി ആയോ? പഠിക്കാനായിട്ട് റെഡി ആയോ? ഇന്നലെ ടീച്ചർ പഠിപ്പിച്ചതൊക്കെ പഠിച്ചോ? നമുക്ക് ഹാജർ എടുക്കുമല്ലേ? ഹാജർ വിളിക്കട്ടെ. അയനമോൾ പ്രസന്റ്. അച്ചൂസ് പ്രസന്റ്. ആരോമൽ പ്രസന്റ്. ഷാഗുൽ പ്രസന്റ്. കുഞ്ഞാറ്റ് എല്ലാവരും ഉണ്ടല്ലേ. ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ? ഇന്നലെ ഉച്ചക്ക് ഭക്ഷണം അയനമോള് ഭക്ഷണം കഴിച്ചില്ലല്ലോ ഉച്ചക്ക്? ഇല്ല, കുറച്ചേ കഴിച്ചില്ലായിരുന്നു. വീട്ടിൽ ചെന്നിട്ട് മൊത്തം കഴിച്ചായിരുന്നാ? കഴിച്ചില്ലേ? ഞാൻ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭക്ഷണം മൊത്തം കഴിക്കണം കേട്ടാ. ഭക്ഷണം മൊത്തം കഴിച്ചാലല്ലേ വലിയ കുട്ടിയാകാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നലെ ഒരു പാട്ട് പഠിപ്പിച്ചില്ലായിരുന്നോ? കാക്കേ കാക്കയുടെ. ആരാ പാടുന്നത്? ആരാ ഫസ്റ്റ് പാടുന്ന? ആരാ? കുഞ്ഞാറ്റിയാടോ? ആരാ പാടുന്നേ? ആരാമ്മന് പാടുവോ? ഇല്ലേ? എന്നാ ടീച്ചർ ഒന്നും കൂടെ പറഞ്ഞുതരാം. ട്ടാ നിങ്ങള് ടീച്ചർ പാടിയിട്ട് നിങ്ങൾ ഏറ്റു ചൊല്ലണം കേട്ടാ. നമ്മൾ ഒരു കാര്യം വിട്ടുപോയില്ലേ? പ്രാർത്ഥന ചൊല്ലിയോ? ടീച്ചർ എന്താ പറയാത്തറിയാവോ? നിങ്ങൾ പറയണ്ടേ ടീച്ചറെ പ്രാർത്ഥന ചൊല്ലിയിട്ടല്ലേന്ന് ക്ലാസ് എടുക്കുന്നേന്ന് ചോദിക്കണ്ടേ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോന്ന് അറിയാനാ ടീച്ചർ പറയാതിരുന്നത്. നമുക്ക് പ്രാർത്ഥന ചൊല്ലാം. ഓളെ കട്ടിയിടും. നിറഞ്ഞൊരൻ ദൈവമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയാ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തക പരിജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമാം തൊഴും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല രീതിയായി എൻ രണ്ടു കൈകളിൽ നന്മയായി നീ കടന്നിരിക്കണമേ. കൃഷ്ണനിൽ കണ്ട ഭക്തവാത്സല്യവും ശ്രീ മുഹമ്മദിൻ കാരുണ്യശീലവും ക്രിസ്തുദേവന്റെ ത്യാഗവും സ്നേഹവും ബാപ്പുജീതൻ അഹിംസയും നീയല്ലോ. കുഞ്ഞാറ്റുകുട്ടി പ്രാർത്ഥന ചൊല്ലുമ്പോ കൈ കൂപ്പി ഇരിക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടവരുന്നു കേട്ടോ. പ്രാർത്ഥന ചൊല്ലുമ്പോ കൈ കൂപ്പി ഇരുന്നിട്ട് പ്രാർത്ഥിക്കണം കേട്ടാ. നാളെ അങ്ങനെ ചെയ്യരുതേ. ഇനി എന്താ നമുക്ക് ഇന്നലെ പഠിപ്പിച്ച പാട്ട് ആരാ പാടുന്നത്? കാക്ക കാക്ക പാട്ട് ആരാ പാടുന്നത്? എന്നിട്ട് നമുക്ക് പഠിക്കാം അല്ലേ? ഇന്നലെ പഠിപ്പിച്ചതെല്ലാം പഠിച്ചിട്ടുണ്ടോ? വീട്ടിൽ പോയിരുന്ന ഹോംവർക്ക് എല്ലാരും ചെയ്തായിരുന്നോ? അതിനെ മോള് ചെയ്തിട്ടുണ്ടോ? അപ്പൊ നമുക്ക് തുടങ്ങാം. പാട്ട് അർജുൻ അല്ലേ പഠിക്കാൻ? കാക്കേ 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 കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനപ്പം കൊടുക്കാൻ. അങ്ങനെയല്ലല്ലോ ടീച്ചർ, അങ്ങനെയാണ് പറഞ്ഞത്. എന്നായിരിക്കും ടീച്ചർ പറഞ്ഞുതരാം. നിങ്ങൾ ഒരുമിച്ച് പാടണേ. ചിരിക്കണ്ട സാരല്ല കേട്ടോ. കാക്കേ കാക്കേ കൂടെ വിടെ പാട്. അങ്ങനെയല്ല, ടീച്ചർ പാടുന്ന പോലെ പാടിത്തരാം. അത് നിങ്ങളായിട്ട് പാടണം. കാക്കനോട് ചോദിക്കുന്ന ഒരു കുട്ടി ചോദിക്കുന്ന കാക്കനോട് നിന്റെ കൂടെ എവിടെയാന്ന്. അപ്പൊ കാക്കനോട് ചോദിക്കുന്ന കാക്കേ കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞില്ലേ, കുഞ്ഞിനു തീറ്റ കൊടുക്കാൻ
ഇന്നലെ പഠിച്ചത്. അപ്പൊ നമ്മളെ അമ്മമാര് മക്കളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിപ്പിക്കല്ലേ, ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കഴിപ്പിക്കല്ലേ. അപ്പൊ കൊച്ച് കാക്കനെ കണ്ടപ്പോ കാക്കനോട് ചോദിക്കുന്നതാ, കാക്കന്റെ കൂടെ എവിടെയാണ്, കൂട്ടിനകത്ത് കുഞ്ഞില്ലേ, കുഞ്ഞിന് തീറ്റ കൊടുത്തോന്നൊക്കെയാ ചോദിക്കുന്നത്. തീറ്റ കൊടുത്തില്ലേ വിശന്ന് കരയൂലേന്ന്. ടീച്ചർ ഇത്രയല്ലേ പഠിപ്പിച്ചത്. ബാക്കി നമുക്ക് നാളെ പഠിക്കാം കേട്ടോ. ഇത്രയും നാലിലേ നിങ്ങൾ ഇന്ന് പഠിച്ചിട്ട് അതിന്റെ ബാക്കി ഉണ്ട്, അത് നമുക്ക് നാളെ പഠിക്കാം കേട്ടാ കേട്ടാ. അപ്പൊ ഇന്ന് ഹോംവർക്ക് എല്ലാരും ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്നാ ബുക്ക് എടുത്തേ. ഏതൊക്കെയായിരുന്നു? തറ 3 കുഞ്ഞാറ്റ 4 അല്ലായിരുന്ന പറഞ്ഞു തന്നിരുന്നത്. തറ, ത വെച്ചിട്ട് ഒരു വാക്ക് തറ, പാ വെച്ചിട്ട് ഒരു വാക്ക് പറ അല്ലേ? ആ വെച്ചിട്ട് പറഞ്ഞേ ആന, ആമ. പിന്നെ മാ വെച്ചിട്ട് മരം. ഈ 4 വാക്കല്ലേ നമ്മൾ ഇന്നലെ പഠിച്ചത്. കുഞ്ഞാറ്റ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാരും എഴുതിയിട്ടുണ്ടോ? ടീച്ചർ നോക്കണോ? കട്ടിക്ക നോക്കട്ടെ. ഓ അർജുൻ റെഡി ട്ടാ. ഗുഡ് ഗുഡ് ഇടണ്ടേ, വെരി ഗുഡ് ഇടണ്ടേ. ടീച്ചറിന്റെ പേര് കാണിപ്പോയോ? കുഞ്ഞാന്റെ പേര് പെൻസിലല്ലല്ലോ, പേരാണല്ലോ. വെരി ഗുഡ് ഉണ്ട് കേട്ടാ. ആരംഭം എഴുതിയായിരുന്നോ? ഓ നോക്കട്ടെ. ഓ കുഞ്ഞാറ്റ നല്ല എല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് ഇത് അമ്മച്ചി എഴുതി തന്നോ, ചേച്ചി എഴുതി തന്നോ? മിടുക്കത്തിയാണല്ലോ. നല്ല കയ്യക്ഷരത്തിൽ നിങ്ങൾ എല്ലാവരും നോക്കിയ കുഞ്ഞാറ്റ എഴുതിയിട്ട് നോക്കിയേ അല്ലേ? നല്ല പോലെ എഴുതിയിട്ടുണ്ട് കേട്ടാ. അമ്മ എഴുതി തന്നായിരുന്നോ? അമ്മേനെ കൂടെ എഴുതിക്ക് വയ്ക്കരുത് കേട്ടാ. സ്വന്തം നമ്മൾ എഴുതണേ. മെഡിക്ക കുഞ്ഞാറ്റയ്ക്ക് എല്ലാവരും കയ്യടി എടുത്തേ. നല്ലോണം എഴുതിയല്ലോ. ഹലോ ശ്രദ്ധിക്കുന്നുണ്ടോ ക്ലാസ്സില്? ഞാൻ രാഘവന്റെ കൊണ്ടുപോവാ. അവൻ എഴുതിയ നോക്കട്ടെ. ഓ ഗുഡ് ഗുഡ് എഴുതിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്കിന്ന് ഏതൊക്കെ പഠിക്കേണ്ടത്? ആ വെച്ച് നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ? ഈ വെച്ചിട്ട് പറ. ഈ വെച്ചിട്ട് പറയട്ടെ. ഈ വെച്ചിട്ട് നമുക്ക് അവിടുന്ന് തുടങ്ങാം. ടീച്ചർ പറഞ്ഞു തരണ്ടല്ലോ. ഇന്നലെ ടീച്ചർ കുറച്ച് പറഞ്ഞു തന്നല്ലായിരുന്നു എന്റെ ബാക്കി. പറഞ്ഞേ, രാവിലെ പറഞ്ഞേ. അവിടെ ഇരുന്ന് പറഞ്ഞാ മതി. പറ. ഈ വെച്ചിട്ട് കുഞ്ഞാറ്റിക്ക് അറിയാവോ? കുഞ്ഞിക്ക് അറിയാവോ? നായനമ്മള് പറഞ്ഞേ. വെരി ഗുഡ്. അപ്പൊ എല്ലാരും നല്ല കുട്ടികളാണ്. വീട്ടിൽ പോയിട്ട് പഠിക്കുന്നുണ്ടല്ലേ? അതുകൊണ്ടല്ലേ എല്ലാരും നന്നായിട്ട് ആൻസർ ഒക്കെ പറയുന്നുണ്ടല്ലോ. ഇന്ന് നമുക്ക് ഒരു കഥ പഠിക്കാം. ആമയും മുയലിന്റെ കഥ അറിയാവോ? ആർക്കറിയാ? അർജുൻ അറിയാം? അർജുൻ പറയൂ കേട്ടോ. പണ്ടൊരു കാലത്ത് ആമയും മുയലും നല്ല കൂട്ടുകാരായിരുന്നു. അപ്പോൾ മുയല് പറഞ്ഞു, നമുക്കൊരു പന്തയം വെച്ചാലോ എന്ന്. ആമ സമ്മതിച്ചു. പന്തയം തുടങ്ങി. ആമ വേഗത്തിൽ മുമ്പോട്ട് പോയി. ആമ മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങി. മുയൽ ദൂരെ എത്തിയപ്പോ മുയൽ ക്ഷീണിച്ചു. ഒരു മരത്തിന്റെ തണലിൽ മുയൽ കിടന്നു. എന്നിട്ട് ഉറങ്ങിപ്പോയി. ആമ മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങി. എന്നിട്ട് മുയലിനെ വെട്ടിച്ചു പോയി. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ആമ ജയിക്കാനാവുമ്പോ മുയൽ എണീറ്റു. മുയൽ ഓട്ടം വെച്ചു കൊടുത്തപ്പോൾ ആമ അപ്പത്തേക്കും ജയിച്ചു. ആമ ജയിച്ചു. ഫസ്റ്റ് അപ്പൊ ആർക്ക് കിട്ടി? ഒരു ആംഗ്യപ്പാട്ട് പാടിയാലോ? നാളെ എല്ലാരും കാണാതെ പഠിച്ചോണ്ട് വരണേ കേട്ടാ. നിങ്ങളെല്ലാരും
അമ്മ രാവിലെ വിളിച്ചുണർത്തിയല്ലേ മോനെ എണീക്ക് അംഗനവാടി പോണ്ടേ നേഴ്സറി പോണ്ടേ ചോദിച്ചാൽ എല്ലാരും വിളിച്ചെണീക്കല്ലേ എണീപ്പിക്കല്ലേ. അപ്പൊ ഒരമ്മ ഒരു കുഞ്ഞിനെ വിളിച്ചുണർത്തുന്ന ഒരു ആംഗ്യപ്പാട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഓക്കെ, തുടങ്ങാം. തുടങ്ങല്ലേ? പിന്നെ എന്റെ ബുക്ക് ഇവിടെ വെക്ക്. തുടങ്ങിക്കോ. എല്ലാം റെഡി ആയിക്കോ. റെഡി ആയോ? തുടങ്ങാം. കുഞ്ഞേ കുഞ്ഞേ ഉണരുണരൂ, കുഞ്ഞേ കണ്ണു തുറന്നാട്ടെ, നേരം പുലരും നേരത്ത് ഈ മട്ടു കിടന്നാലോ, ഓമന പല്ലുകൾ തേക്കേണ്ടേ, ഓമന മുഖവും കഴുകേണ്ടേ, നീരാട്ടാടാൻ പോവേണ്ടേ, നീല കൂടി കെട്ടേണ്ടേ, അച്ഛൻ തന്നൊരുടുപ്പിട്ട് അമ്മയണിഞ്ഞൊരു പൊട്ടിട്ട് നേഴ്സറി സ്കൂളിൽ പോവേണ്ടേ, നേഴ്സറി ഗാനം പാടേണ്ടേ, നമ്മൾ കൊത്തു കളിക്കേണ്ടേ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? നല്ല പാട്ടാ? അപ്പൊ നാളെ എല്ലാരും പഠിച്ചു കൊടുന്നിട്ട് ഇതേപോലെ പാടണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തീരാനായി, 3:30 ആവാനായി കേട്ടോ. അപ്പൊ ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? ദേശീയഗാനം. വെരി ഗുഡ്, പാടാം. നാളെ ഇന്ന് മിസ് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നാളെ പഠിച്ചിട്ട് മിടുക്കന്മാരായിട്ട് വരണം കേട്ടോ. എന്നാ ചൊല്ലിയാലോ? എല്ലാരും സ്റ്റഡി എടുത്തിട്ട് ചൊല്ലിക്കും. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത, പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ഗംഗ. എല്ലാരും നാളെ മിടുക്കന്മാരായിട്ട് വരണം കേട്ടോ. ശരി ശരി. എന്റെ അമ്മമാരൊക്കെ വരുന്നുണ്ട്, സൂക്ഷിച്ചു പോണേ. എല്ലാരും ഭക്ഷണം കഴിക്കണം, മിസ് പഠിപ്പിച്ച പാഠങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. ബൈ പറഞ്ഞേ. ബൈ ബൈ.